ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ജൂൺ 26 തീയതി ബുധനാഴ്ച തിരുസഭ നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും തന്നിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7 അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിക്കുവാനായി ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ പ്രവാചകന്മാരും വ്യാജ പ്രവാചകന്മാരും ഒത്തിരി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആളുകൾ വ്യാജ പ്രവാചകന്മാരുടെ അടുത്തേക്ക് പോയിരുന്നു. കാരണം തങ്ങളുടെ അടുത്തേക്ക് വരുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്നതും അവരെ സന്തോഷിപ്പിക്കുവാനും പ്രീതിപ്പെടുത്തുവാനും വ്യാജ പ്രവാചകന്മാർ ചെയ്തു കൊടുത്തിരുന്നു. എന്നാൽ പഴയ നിയമത്തിൽ നാം കാണും, ദൈവത്തിൻ്റെ പ്രവാചകന്മാർ തെറ്റായ ജീവിതം നയിക്കുന്ന മനുഷ്യർ താക്കീതുകൾ നൽകുകയും ദൈവത്തിൻ്റെ ഇഷ്ടം ആരായുവാനും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാനും അവരെ ഒരുക്കിയിരുന്നു. ഉദാഹരണത്തിന് ഹോസിയ പ്രവാചകൻ ഇപ്രകാരം ജനത്തെ ഓർമ്മപ്പെടുത്തും: കുറ്റം ഏറ്റുപറഞ്ഞ് നീ കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരികെ വരിക, ഞാനപ്പോൾ അവരുടെ അവിശ്വസ്തതയുടെ മുറിവുണക്കും, ഞാൻ അവരുടെ മേൽ സ്നേഹം ചൊരിയും. ഇതുപോലെ ജനത്തെ രക്ഷയിലേക്ക് നയിക്കുന്ന അനേകം ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ എളുപ്പത്തിനു വേണ്ടി ദൈവത്തെ മറന്ന് തെറ്റുകളിൽ ജീവിക്കുന്നവർ അധികമായിരുന്നു. ഈശോ ഓർമ്മപ്പെടുത്തും, നല്ല വൃക്ഷം നല്ല ഫലം നൽകും, ചീത്ത വൃക്ഷം ചീത്ത ഫലവും. ഫലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും നന്മയും തിന്മയും. ഈ തിരിച്ചറിവ് നഷ്ടപ്പെടുന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളുടെ താളങ്ങൾ തെറ്റിക്കുന്നത്. തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കളെ മറന്നു, ജീവനതുല്യം സ്നേഹിക്കുന്ന ജീവിത പങ്കാളിയെ മറന്നു, ജന്മമേകിയ മാതാപിതാക്കളെയും മക്കളെയും മറന്നുകൊണ്ടും വ്യാജമായ സ്നേഹത്തിലേക്ക് വീണുപോകുന്നവർ ഒത്തിരിയാണ്. എന്നാൽ യഥാർത്ഥമായ തിരിച്ചറിവ് വരുമ്പോൾ സമയവും ബന്ധങ്ങളും നഷ്ടപ്പെട്ടു പോകും. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയും ഒന്നാമതെത്തണം, ഏത് രീതിയിലും ജയിക്കണമെന്ന് പറഞ്ഞ് ജീവിക്കുന്ന അനേകം മനുഷ്യരെ നമുക്ക് കാണുവാനായി സാധിക്കും. നന്മയായി നടിച്ച് തെറ്റിലേക്ക് മനുഷ്യനെ തള്ളിയിടുന്നവർ വളരെയേറെയാണ്. എന്നാൽ കഷ്ടതകളിലും സഹനങ്ങളിലും വേദനകളിലുമൊക്കെ ദൈവത്തെ മുറുകെ പിടിക്കുന്നവരും അനേകരുണ്ട്. അതിനാൽ ഞാനിതിലേത് വിഭാഗത്തിൽപ്പെടുമെന്ന് ചിന്തിക്കുവാനായിട്ട് ഈ ദിവസം നമ്മെ സഹായിക്കട്ടെ. വചനം ഓർമ്മപ്പെടുത്തും, നല്ല ഫലം തരാത്ത വൃക്ഷങ്ങളേറെയും വെട്ടി തീയിലെറിയപ്പെടും. നന്മയായ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65 അധ്യായം 24 തിരുവചനം: വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. ഈ വചനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.